ജയ് മോഹൻജി ഗുരുപാദയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ തരത്തിലുള്ള മൈത്രി രീതികളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. മോഹൻജി നമുക്ക് 11 തരത്തിലുള്ള മൈത്രി രീതികൾ തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. അവ കുറേയൊക്കെ നമുക്ക് അറിയുന്നതുണ്ട്. ലോങ് മൈത്രി എന്ന് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മൈത്രിയുണ്ട്. അതുകൂടാതെ 20 മിനിറ്റ് കൊണ്ട് അത്യധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ സ്ഥല സൗകര്യം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടും ഒക്കെ നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് മൈത്രി എന്ന ഒരു രീതിയും മോഹൻജി നമുക്ക് തന്നിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയുന്നതാണ്. അതുകൂടാതെ നമ്മൾ താമസിക്കുന്ന സ്ഥലം, ആ ഒരു വീട്, ആ ഒരു സ്ഥലം അതൊക്കെ പരിശുദ്ധമാക്കുന്ന ഒരു മൈത്രി മെത്തേഡും മോഹൻജി നമുക്ക് തന്നിട്ടുണ്ട്. സ്പേസ് ക്ലെൻസിങ് എന്നാണ് ആ മൈത്രിയുടെ പേര്. അതുകൂടാതെ മൈത്രി ബോക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു സംവിധാനമുണ്ട്. അതായത് ആ മൈത്രി ബോക്സിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ പേരും സ്ഥലവും എഴുതിയ ഒരു പേപ്പർ കാർഡ് അതിൽ ഇടുക. അതിന് മൈത്രി പ്രാക്ടീഷണർ ദിവസവും ഒരു മൈത്രി എനർജി അതിന് സെൻഡ് ചെയ്യും. അതൊരു 10 മിനിറ്റ് നേരത്തേക്ക് സെൻഡ് ചെയ്യും. അത് ആ ആളുടെ അതിനകത്ത് ആരുടെ ഫോട്ടോ ആണോ അല്ലെങ്കിൽ പേരാണോ എഴുതിയിരിക്കുന്നത് അവരുടെ ഹീലിങ്ങിനും പ്രൊട്ടക്ഷനും അവർക്കൊരു സ്റ്റെബിലിറ്റിയും കിട്ടുന്നതിന് അത് വളരെ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. ഡെയിലി മൈത്രി എനർജി കിട്ടുകയാണ് ചെയ്യുന്നത് അതുവഴി. അതിനൊരു വോളണ്ടറി ഡൊണേഷൻ ഉണ്ട്. കാരണം ഈ മൈത്രിയിൽ എല്ലാത്തിനും ഒരു എനർജി എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. എന്നാൽ മൈത്രി ബോക്സിന് ഒരു പ്രത്യേക എമൗണ്ട് പറയുന്നില്ല. പക്ഷേ സൗകര്യം അനുസരിച്ചുള്ള ഒരു എമൗണ്ട് അതിൽ നിങ്ങൾക്ക് ആ മൈത്രി പ്രാക്ടീഷണർക്ക് കൊടുക്കാം. അതിൻ്റെ പകുതി അന്നദാനത്തിന് പോകും. ഏതൊരു മൈത്രി ഡൊണേഷനും അങ്ങനെ തന്നെയാണ്. പകുതി പണം അന്നദാനത്തിനാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഇതിനൊക്കെ പുറമേ ആയിട്ട് മോഹൻജി നമുക്ക് ഈ ഇടയ്ക്ക് തന്ന ഒരു മെത്തേഡാണ് പ്രിസിഷൻ റിക്കവറി എന്നൊരു മെത്തേഡ്. അതുകൂടാതെ വേറൊരു മെത്തേഡ് മോഹൻജി പറഞ്ഞു തന്നിട്ടുണ്ട്, ഇമ്മ്യൂണിറ്റി ഷീൽഡ് മൈത്രി. ഇതിൽ പ്രിസിഷൻ റിക്കവറി മൈത്രി എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രശ്നം, നമ്മുടെ ആരോഗ്യ പ്രശ്നത്തിന്, അതായത് അത് വളരെ കാലമായിട്ടുള്ളതല്ല, അത് ഈ ഇടയ്ക്ക് തുടങ്ങിയതോ അങ്ങനെയായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നത്തിന് ഒരു വേദന, നമ്മുടെ കയ്യിലൊരു വേദന അല്ലെങ്കിൽ കൈ ഉളുക്കി അല്ലെങ്കിൽ നമ്മുടെ എന്ത് ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമായാലും അതിന് നമുക്ക് പ്രിസിഷൻ റിക്കവറി മൈത്രിയാണ്. അതൊരു ചുരുങ്ങിയ നേരം കൊണ്ട് ചെയ്യാവുന്നതാണ്. ഒരു 20 മിനിറ്റ് ടൈം കൊണ്ട് ചെയ്യാവുന്നതാണ്. അത് വളരെ മോഹൻജിയുടെ തേർഡ് ഐയിൽ നിന്നുള്ള ആ ഒരു എനർജിയാണ് അതിന് ഉപയോഗിക്കുന്നത്. വളരെ ശക്തമാണ്. ഏതൊരു മൈത്രിയെയും പോലെ തന്നെ ഇതും വളരെ ശക്തമാണ്. പെട്ടെന്ന് എഫക്റ്റ് കിട്ടുന്ന ഒരു മെത്തേഡാണിത്. ആ ഒരു പ്രശ്നം അന്നേരം ഉടനെ മാറിക്കിട്ടാറുണ്ട്. പക്ഷേ നമുക്ക് അതിൽ നിന്ന്, ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പെർമനൻ്റ് ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് മൈത്രി ഇതിന് ശേഷം ചെയ്യാവുന്നതാണ്. അതായത് പ്രിസിഷൻ റിക്കവറി എന്ന് പറയുന്നത് നമുക്കൊരു എമർജൻസി ബേസിസിൽ നമുക്ക് ചെയ്യാവുന്ന, ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാവുന്ന ഒരു മൈത്രിയാണ്. നിങ്ങളുടെ ലിവറിന് ഒരു പ്രശ്നം അല്ലെങ്കിൽ യൂട്രസിനൊരു പ്രശ്നം, അങ്ങനെ ഓരോ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിന് അവിടെ മാത്രമായിട്ടൊരു ഹീലിംഗ് നൽകുന്ന ഒരു രീതിയാണ് പ്രിസിഷൻ റിക്കവറി. പിന്നെ മോഹൻജി തന്ന ഒരു മൈത്രി മെത്തേഡാണ് ഇമ്മ്യൂണിറ്റി ഷീൽഡ് എന്ന് പറയുന്നത്. ഈ ഇമ്മ്യൂണിറ്റി ഷീൽഡിൽ നമ്മൾ നോക്കുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോവിഡ് പോലുള്ള വൈറൽ ഇൻഫെക്ഷൻസ്, ക്യാൻസർ, TB അങ്ങനെയൊക്കെയുള്ള ആൻറ്റിബയോട്ടിക്സ് ആവശ്യമായിട്ടുള്ള ചില അസുഖങ്ങൾക്കും പിന്നെ ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന അസുഖങ്ങൾക്കും ഈ ഇമ്മ്യൂണിറ്റി ഷീൽഡ് വളരെ ഫലപ്രദമായിട്ട് കാണുന്നുണ്ട്. ഈ ഇമ്മ്യൂണിറ്റി ഷീൽഡിൽ മെയിനായിട്ട് നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ, കോവിഡ് അതുപോലെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ
4 പേര്, ഒരു കുടുംബത്തിലെ 4 പേർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ 4 പേരെയും ഒരുമിച്ച് കൊടുക്കുന്ന ഒരു മൈത്രി മെത്തേഡാണിത്. അവരിപ്പോൾ പല സ്ഥലത്താണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അവരെ 4 പേരെയും ഒരുമിച്ചാണ് ഈ മൈത്രിയിൽ ഹീൽ ചെയ്യുന്നത്. അതുപോലെ അലർജി, ആസ്മ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ ഇമ്മ്യൂണിറ്റിയെ റിലേറ്റഡ് ആയിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, അങ്ങനത്തെ കാര്യങ്ങളിലും ഒക്കെ ഇമ്മ്യൂണിറ്റി ഷീൽഡ് ഉപയോഗിക്കാവുന്നതാണ്. ഓട്ടോ ഇമ്മ്യൂണായിട്ട് വരുന്ന ആർത്രൈറ്റിസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതിലും നമുക്ക് ഈ ഇമ്മ്യൂണിറ്റി ഷീൽഡ് മൈത്രി ഉപയോഗിക്കാവുന്നതാണ്. വിവിധതരം മൈത്രി രീതികളെക്കുറിച്ച് ഒരു ബുക്ക്ലെറ്റ് മൈത്രി കൗൺസിൽ ഇറക്കിയിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ അയച്ചു തരുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രിസിഷൻ റിക്കവറി ശരീരത്തിൻ്റെ പ്രത്യേക ഭാഗങ്ങളിലോ ആന്തരിക അവയവങ്ങളിലോ ആഴത്തിലുള്ള ഊർജ്ജസ്വലമായ തലത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കി സമതുലിതാവസ്ഥ വീണ്ടെടുക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ലക്ഷ്യാധിഷ്ഠിത രീതിയാണ്. ശാരീരിക അസ്വസ്ഥതകൾ, മുൻകാല ആഘാതങ്ങൾ അതായത് പാസ്റ്റ് ട്രോമ അല്ലെങ്കിൽ അടിഞ്ഞുകൂടിയ ഊർജ്ജ തടസ്സങ്ങൾ എന്നിവയിൽ നിന്ന് ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഈ പ്രക്രിയ പ്രയോഗിക്കുന്നു. ബോധപൂർവവും ലക്ഷ്യബോധത്തോടെയുള്ളതുമായ ഉദ്ദേശത്തിലൂടെ ബാധിക്കപ്പെട്ട ഭാഗം തിരിച്ചറിയുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഇത് തടസ്സങ്ങൾ നീക്കാനും സ്വാഭാവികമായ സമതുലിതാവസ്ഥ തിരികെ കൊണ്ടുവരാനും സഹായിക്കുന്നു. ആ ഭാഗത്തിന് ചുറ്റും സംരക്ഷണാത്മകമായ ഒരു ഊർജ്ജ കവചം ഒരുക്കിക്കൊണ്ടാണ് ഈ പ്രക്രിയ അവസാനിക്കുന്നത്. ഇത് സ്ഥിരതയ്ക്കും സംരക്ഷണത്തിനും പൂർണ്ണമായ വീണ്ടെടുക്കലിനും പിന്തുണ നൽകുന്നു. ഇമ്മ്യൂണിറ്റി ഷീൽഡ് മൈത്രി ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ആഴത്തിലുള്ള തലത്തിൽ വീണ്ടെടുക്കലിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സംരക്ഷണാത്മക ഊർജ്ജ കവചം തീർക്കുന്ന ഒരു ലക്ഷ്യാധിഷ്ഠിത രീതിയാണ് ഇമ്മ്യൂണിറ്റി ഷീൽഡ് മൈത്രി. കൂടുതൽ വ്യാപിക്കുന്നതോ ആഘാതം ഉണ്ടാക്കുന്നതോ തടയുന്നതിനായി ബാധിക്കപ്പെട്ട ഭാഗങ്ങളെ സുരക്ഷിതമാക്കുകയും കവചം തീർക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. തുടർന്ന് അസന്തുലിതാവസ്ഥകളെ സമഗ്രമായി ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരിച്ച ശേഷം സ്ഥിരതയും വീണ്ടെടുക്കലും ഉറപ്പാക്കാൻ ശക്തമായ ഒരു സംരക്ഷണ കവചം സ്ഥാപിക്കുന്നു. പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള കൂടുതൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മുൻകാല സംസ്കാരങ്ങളിൽ നിന്നോ അതായത് പാസ്റ്റ് ഇംപ്രഷൻസിൽ നിന്നോ ബാഹ്യ സ്വാധീനങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന ആഴത്തിലുള്ള അസന്തുലിതാവസ്ഥകൾക്കും ഈ രീതി പ്രത്യേകിച്ചും അനുയോജ്യമാണ്. കോവിഡ് കാലഘട്ടത്തിൽ ഇത് വ്യാപകമായി പ്രയോഗിക്കപ്പെട്ടിരുന്നു. കൂടാതെ സങ്കീർണമായ ആരോഗ്യ വെല്ലുവിളികൾ നേരിടുന്ന സന്ദർഭങ്ങളിലും ഇത് പിന്തുണ നൽകിയിട്ടുണ്ട്. ഈ പ്രക്രിയ സാധാരണയായി തുടർച്ചയായ ദിവസങ്ങളിലാണ് നടത്തുന്നത്. കുറഞ്ഞത് 3 ദിവസങ്ങളിൽ തുടങ്ങി രോഗാവസ്ഥയ്ക്കനുസരിച്ച് കൂടുതൽ ദിവസങ്ങളിലേക്ക് നീട്ടാറുണ്ട്. കുടുംബത്തിലെ ഒന്നിലധികം അംഗങ്ങളെ ബാധിക്കുന്ന സാഹചര്യങ്ങളിൽ മുഴുവൻ കുടുംബത്തെയും പിന്തുണയ്ക്കുന്നതിനായി ഈ രീതി കൂട്ടായും പ്രയോഗിക്കാവുന്നതാണ്.